വെൽക്കം ബാക്ക് മൈ ഗൈസ്. നമ്മൾ സൺഡേ ആയപ്പോൾ ചുമ്മാ ഞാൻ സവാദിനെ വിളിച്ച് നമ്മളിങ്ങനെ ചുമ്മാ ഒരു ഓഫ് റോഡ് പോകാമെന്ന് കരുതി ഇങ്ങനെ ഇറങ്ങിയായിരുന്നു കേട്ടോ. ആ ഒരു സമയത്താണ് ചുമ്മാ ആലോചിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി നമ്മുടെ ഗോപ്രോയുടെ ബാറ്ററി കംപ്ലൈൻ്റ് ആയി കിടക്കുവാണ്. എങ്ങനെ വീഡിയോ എടുക്കും എന്ന് ആലോചിച്ച് തല പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഐഡിയ വന്നു. ഇതുപോലെ Insta360 ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് വോയിസ് ഓവർ ചെയ്യാമെന്ന് കരുതി. പിന്നൊന്നും നോക്കിയില്ല, നേരെ ഗോപ്രോ എടുക്കാണ്ട് ഇൻസ്റ്റ മാത്രം എടുത്ത് ഇതേ ഈ ഒരു കയറുന്ന സ്പോട്ടിൽ നിന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയ തന്നെ. രണ്ടും കൽപ്പിച്ച് ഞാനങ്ങ് ഓഫ് റോഡ് കയറാമെന്ന് കരുതി. പക്ഷേ എനിക്ക് ആദ്യം ഒരു താല്പര്യം ഉണ്ടായിരുന്നു, അതായത് വണ്ടിക്ക് കംപ്ലയിൻറ്റ്സ്, വണ്ടിയെ ബാധിക്കുന്ന രീതിക്കൊന്നും ഓഫ് റോഡ് കയറില്ല, മാക്സിമം കംഫർട്ടബിളായിട്ട് കയറുന്ന പൊസിഷൻ വരെ കയറ്റാമെന്ന് മാത്രമേ എനിക്ക് ആദ്യം ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് എൻജിൻ കാർഡൊക്കെ സെറ്റ് ചെയ്ത കാരണം പിന്നെ ഓവർ റിസ്ക് എടുക്കാൻ തയ്യാറല്ല. അതായത് വണ്ടിയെ കെയർ ചെയ്ത് കൊണ്ടു നടക്കുക ആ ഒരു രീതിക്ക്. അങ്ങനെയുള്ള സ്ഥിതിക്ക് ഞാൻ ആദ്യം സവാദിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വോയിസ് ഓവർ സെറ്റപ്പുള്ള ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ഇതുപോലെ ട്രൈ ചെയ്യുന്നത്. അത്യാവശ്യം റിസ്ക്കി ആയിട്ടാണ് ഈ ഒരു സംഭവമൊക്കെ ചെയ്തു തരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയേക്കാം. അപ്പോൾ ഈ ഒരു ഓഫ് റോഡ് സ്പോട്ട് എന്ന് പറയുമ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഇടുക്കി അതുപോലെ പുറത്തോട്ട് ഓഫ് റോഡ് കയറാൻ വേണ്ടിയിട്ട് പലരും പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഹിഡൻ ആയിട്ട് കിടക്കുന്ന അടിപൊളി ഇതുപോലുള്ള സ്പോട്ടുകൾ ഒരുപാടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മലപ്പുറം ടൗണിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ മാറിയിട്ട് ചെകുത്താംപാറ എന്ന് പറയുന്ന നമ്മളിന്ന് പോകുന്ന ഈ ഒരു സ്പോട്ട്. അപ്പോൾ ഈ ഒരു സംഭവം പ്ലാനിങ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സവാദിനോട് ചുമ്മാ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മുമ്പ് ട്രിപ്പ് പോയ പിന്നെ വല്ലാണ്ട് അങ്ങ് പുറത്ത് പോയിട്ടൊന്നും ഇല്ല കേട്ടോ ഒരുമിച്ച്. ഞാൻ സവാദിനോട് പറയാറുണ്ടായിരുന്നു നമുക്കിതുപോലെ സൺഡേസ് എവിടേക്കെങ്കിലും ഇറങ്ങണമെന്ന്. അങ്ങനെ പറഞ്ഞിട്ടൊരു സംഭവമായിരുന്നു. പെട്ടെന്ന് തലേ ദിവസമാണ് ഞാൻ അവനെ വിളിച്ച് സെറ്റാക്കുന്നത്. ഓക്കെ അല്ലേ, റെഡി അല്ലേ എന്ന് ചോദിച്ചു. അവന് സെറ്റാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ വിട്ടുവിട്ടു. ഇതുപോലുള്ളൊരു സ്ഥലമായ കാരണം ഈവനിങ് സെറ്റപ്പ് പിടിക്കാമെന്ന് കരുതിയിട്ട് ഒരു 2 മണി ആ ഒരു സമയത്തായിരുന്നു നമ്മൾ ഇറങ്ങിയേ. നമുക്ക് കിട്ടിയ ക്ലൈമറ്റ് എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല റെയിനി ആയിട്ടുള്ള ക്ലൈമറ്റ്. അതുകൊണ്ട് തന്നെ ഗോപ്രോ ഒന്നും ഇല്ല, ഒരു കണക്കിന് നന്നായെന്ന് എനിക്ക് ആ ഒരു സമയം തോന്നി. ഈ ഒരു സ്പോട്ടിലോട്ട് പോകുമ്പം എന്തായിരുന്നാലും കുറച്ച് നേരത്തെ വരാൻ വേണ്ടി ശ്രമിക്കുക.
അതായത് അത്യാവശ്യം കയറി പോകാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മൾ തന്നെ ഫുൾ പോർഷൻ കവർ ചെയ്തിട്ടില്ല. വന്യമൃഗങ്ങളുടെ ഡിസ്റ്റർബൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇരുട്ടുന്നതിന് മുമ്പ് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പോയെന്ന് പറയുമ്പോൾ ഒരു 4-4:30 കയറി. ഞാൻ അവനോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വീണ്ടും പറയുവാണ്, അതായത് നമ്മൾ വണ്ടി റിസ്ക് എടുത്ത് കൊണ്ടുപോകത്തില്ല. മാക്സിമം കഴിയുന്നതിൻ്റെ മാക്സിമം കയറ്റി പോയിട്ട് ഒരു സേഫായിട്ടുള്ള സ്പോട്ടിൽ ഇനിയും കയറ്റി കഴിഞ്ഞാൽ ഡാമേജ് വരുമെന്ന് തോന്നുവാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. കാരണം അവിടുത്തെ നാട്ടുകാർ തന്നെ അവിടെ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേറെ കോമഡി ആയിരുന്നു. അത് നമുക്ക് അവിടെ എത്തുന്ന സമയത്ത് പറഞ്ഞുതരാം. സ്പ്ലെൻഡറും കൊണ്ട് മലയുടെ മണ്ടയ്ക്ക് കുതിച്ചു പോകുന്ന ഞാൻ ഇടയ്ക്കിടയ്ക്ക് സവാദിനെയും കാത്ത് നിർത്തുമായിരുന്നു. നിർത്തിയിട്ട് അവൻ വരുന്നവരെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ ഒരുമിച്ച് അങ്ങ് പോകും. പിന്നെ ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ട് വീണ്ടും അവനെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് അവൻ വന്നിട്ട് വീണ്ടും കംഫർട്ടബിളായിട്ട് രണ്ടുപേരും ഒരുമിച്ച് പോകും. അങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പോട്ടിൽ നിർത്തിയപ്പം അപ്രതീക്ഷിതമായി ഒരു ചേട്ടനെ പരിചയപ്പെട്ടു കേട്ടോ. അവർ ഒരു ജീപ്പുമായിട്ട് വരുന്നവരായിരുന്നു. അവരുടെ ജീപ്പ് സംഭവങ്ങളൊക്കെ അവിടെ നിർത്തി ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ സംസാരിച്ചിരിക്കുന്നതിനിടെ അവരുടെ ജീപ്പ് എടുത്തു വന്നു കേട്ടോ. അതായത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആയി. Live your life the same. എന്നിട്ട് കുറച്ച് ദൂരം കൂടെ മുന്നിലോട്ട് പോയിട്ട് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് സവാദിനെ വെയിറ്റ് ചെയ്ത് നിന്നു. വീണ്ടും മലമുകളിലേക്ക് ഒരേ കുതിപ്പന്നായിരുന്നു കേട്ടോ വണ്ടിയും കൊണ്ട്. കുറച്ചങ്ങ് പോയപ്പോഴാണ് അവിടെ കണ്ടേട്ടോ. അതായത് എല്ലായിടത്തും ഉണ്ടാവും ഇതുപോലുള്ള നാട്ടുകാർ. നമ്മളെപ്പോലുള്ള ഒരു വണ്ടിയും കൊണ്ട് കുതിച്ച് പറ്റാത്ത ചിലരാണെന്ന് തോന്നുന്നു. കാരണം റോഡിലോട്ട് മരം തള്ളിയിട്ടിരിക്കുന്നു. അത് വീണ് കിടക്കുന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്കൊരു ചെറിയ ഡൗട്ട്. കാരണം ആ ഒരു മരത്തിന് ചുറ്റിലും JCBയുടെ പുതിയ ടയർ പാദങ്ങൾ സംഭവങ്ങളെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഏകദേശം പിടികിട്ടി ഇത് നാട്ടുകാരുടെ എന്തോ സംഭവമാണെന്ന്. കണ്ടോ ഇതുപോലുള്ള വലിയൊരു കുഴി. അപ്പോൾ എനിക്ക് സംഭവം ഏകദേശം ആ ഒരു മരം വീണതും ഈ ഒരു കുഴിയായിട്ട് സംഭവം കണക്റ്റ് ആയിട്ടുണ്ട്. നാട്ടുകാരെ ഒപ്പിച്ച പണിയാണ് മരവും കുഴിയും. അത്രയ്ക്ക് ഉറപ്പിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് കുറച്ച് ചങ്ങന്മാരൊന്നും ഓല അങ്ങനെ പോയിന്ന് പറഞ്ഞു. ഫ്രണ്ട് മലപ്പുറത്തുള്ള അവൻ ഈ ഒരു സ്പോട്ടിലോട്ട് പോയ സംഭവമൊക്കെ അപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും ടോപ്പ് വരെ വണ്ടി കയറി പോകും. പക്ഷേ ചില പോർഷനിലൊക്കെ 4 പേർ കൂടി ഒരു വണ്ടി എടുത്തു വെച്ചിട്ടൊക്കെ ഉണ്ട്. എന്നാൽ കൂടി മുകളിൽ വരെ വണ്ടി പോകുന്നു. പക്ഷേ എനിക്ക് ഈ സംഭവം കണ്ടപ്പം ഇതൊരു പുതിയ സംഭവം പോലെ തോന്നി ഈ ഒരു കുഴി കണ്ടപ്പം. അപ്പം ഞാൻ ചുമ്മാ അവിടെ ചോദിച്ചപ്പം ഒരു അങ്കിളും പറഞ്ഞു അങ്ങേർക്ക് നമ്മൾ മിനിയൂട്ടി പോകുന്ന പോലെ സ്ഥിരം ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു സ്പോട്ടായിരുന്നു. നടന്ന് കയറിയതും പിന്നെ ഒരു വീട് കണ്ടു കേട്ടോ. അതായത് നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള പഴയ ഫീൽ കിട്ടുന്ന ഒരു വീട് കണ്ടു കേട്ടോ. പിന്നെ നേരെ വീട്ടിൽ കയറി അവിടുത്തെ സംഭവങ്ങളൊക്കെ നോക്കി. അവിടെ എന്ന് പറയുമ്പോൾ ഫുള്ളി പെയിൻറ്റഡും അതുപോലെ എന്തൊക്കെയോ വരച്ച് കൂട്ടി കാണിച്ച് വെച്ചിരുന്ന ഒരു ടിക്കടിക്കണ്ടേ. ഗായ്സ് നോക്കിക്കേ കിടിലം വ്യൂ കേട്ടോ. കിടിലം മഞ്ഞ് ഫുൾ എല്ലാ സംഭവം കൊണ്ട് എല്ലാം കൊണ്ടും സെറ്റ് ആട്ടോ. അടിപൊളിയാണ്. നോക്കിക്കേ
എങ്ങനെ ഉണ്ടെന്ന്. അവിടെയൊക്കെ ആളുകളുണ്ട്. തൊട്ടപ്പുറത്തൊരു വേറൊരു വ്യൂ പോയിന്റും ഉണ്ട്. ഞാനും സവാദ് ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മഴ കേട്ടോ, ഭയങ്കര മഴയാണ് അല്ലേ. നിങ്ങളിതുപോലെ ഇടുക്കി, വാഗമൺ ആ ഒരു സൈഡിലൊക്കെ ഓഫ് റോഡിന് വേണ്ടി മാത്രം പ്രതീക്ഷിച്ച് ഓഫ് റോഡ് മാത്രം ആഗ്രഹിച്ച് പോകുന്നവരൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ളവരൊക്കെ ആദ്യം നമ്മുടെ നാട്ടിലുള്ള ഇതുപോലുള്ള കൊച്ചു കൊച്ചു ഓഫ് റോഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് എൻജോയ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് വേണ്ടിയിട്ട് പോകും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.